അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. ഇന്ന് നമ്മളൊരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിയാൽ ബാക്കി വന്നാൽ അത് കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കൊരു പുട്ട് ഉണ്ടാക്കുന്നതിന് മുന്നേ നെയ്ച്ചോറില്ല അത് നന്നായിട്ട് തണുപ്പിച്ചത് ഇതുപോലെ ഫ്രീസാക്കി എടുക്കണം. ഇനി അത് നല്ലോണം മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മിക്സിയിൽ ഇത് പൊടിയുന്നില്ലെങ്കിൽ കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് പൊടിച്ചെടുത്താലും മതി. ഞാനിവിടെ സാധാ പുട്ടുംകുറ്റിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചിരട്ടപ്പുട്ടിലും ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ ഈ നെയ്ച്ചോറ് പൊടിച്ച് വെച്ചത് അത് ഇട്ട് കൊടുക്കുക. അങ്ങനെ ലെയറാക്കി ഇട്ടിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ്. നെയ്ച്ചോറ് ബാക്കി വന്നാൽ കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇത് വെറുതെയും കഴിക്കാം, അല്ലെങ്കിൽ ഇത് ഞാനിവിടെ ഒരു മസാല പപ്പടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൂട്ടി കഴിക്കാനും ഇത് നല്ല രസമാണ്. മസാല പപ്പടയുടെ റെസിപ്പി ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അവിടെ ഒരു ചുവന്ന ബട്ടൺ കാണാം, അത് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി വീണ്ടും വരേണ്ട പുതിയ റെസിപ്പീസുമായി.